ഓക്കെ. അപ്പൊ ഇതിനകത്ത് നുണ പറയുന്നതും അല്ല നുണക്കുഴികളൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇക്കൂട്ടത്തില്? ഇതിനകത്ത് നുണ പറയാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് മനസ്സിലായി ബൈചേട്ടാ. എല്ലാ കഥാപാത്രങ്ങളും നുണ പറയുന്നു. നുണയോട് നുണയാണ്. ഞാൻ മാത്രം പറയുന്നില്ല. അത് നുണകളുടെ വിക്ടിമാണ്. അതുകൊണ്ട് തന്നെയാണോ പറയണത്? ബേസിലിനെ നോക്കിയിട്ടായിരിക്കുമല്ലോ ആ ഡയലോഗ്, ലെവനെ കണ്ടിട്ട് ഉഡായിപ്പാണെന്ന്. ശരിക്കും അങ്ങനെ തന്നെയാണോ ബൈചേട്ടാ? കണ്ടറിയില്ല ഇത് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. എന്താ ബേസിൽ അങ്ങനെ ബൈചേട്ടനൊക്കെ പറയണേ? ബൈച്ചേട്ടന്റെ മനസ്സങ്ങനെ ആയതുകൊണ്ടാണ്. അയ്യോ, നമ്മൾ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞായിട്ട് തോന്നുള്ളൂ. ഇപ്പൊ നീലയായിട്ടാ തോന്നുന്നു. കഥാപാത്രമാവാൻ വേണ്ടി പല ഉടായ്പും കാണിക്കും. പക്ഷെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമല്ല. ആള് ഭയങ്കര നീറ്റാണ്. സംശയമുണ്ടോ? ബൈച്ചേട്ടനത് ഹിന്ദി പടം ചെയ്യാൻ പോവാന്ന്. അതിന്റെയാണ്. ഞാൻ ഹിന്ദി പഠിച്ചോണ്ടിരിക്കല്ലേ. ആണല്ലേ? ട്യൂഷൻ ഡിക്ഷനൊക്കെ കറക്റ്റ് ആക്കി ട്യൂഷനൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് എത്ര നാളായി? വാദം, അതിന്റെ വാദമൊക്കെ കുറഞ്ഞോ? റോട്ടി മക്കടവർ കപ്പാൻ, നിനക്ക് റോട്ടിയും വസ്ത്രങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടോ? ആനേതോ വൈകുന്നേരം കാണാന്ന് വിളിക്കില്ലേ അപ്പൊ ബൈച്ചേട്ടൻ? ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഹിന്ദി കേട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ വാദമൊക്കെ കുറഞ്ഞു. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇഷ്ടായത് നിന്റെ അച്ഛൻ പഴയ ഇഷ്ടമുള്ള വെച്ച് നിങ്ങൾ കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും ഒരു ഫൺ ഒരു സിറ്റുവേഷൻ? അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിലൊരു സീക്വൻസ് ഉണ്ട്, നമ്മളെല്ലാരും ജീപ്പില് പോകുന്നത്, എല്ലാം കൂടെ തിങ്ങിക്കൂടിയൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ, ബൈചേട്ടൻ, അസീസ്ക, ബിനുചേട്ടൻ, ബേസിൽ, ഏറെക്കുറെ 4 മണി രാവിലെ ആ സമയമായി. അപ്പം ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറയണത് തമ്മിലുള്ള കണക്ഷനൊക്കെ വിട്ട് ഞങ്ങളുടെ. അപ്പൊ എന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ബൈചേട്ടൻ വിളിച്ചു, മരിയ. എന്നിട്ട് നമ്മള് ഞാൻ വേറൊരു സ്ത്രീ കഥാപാത്രം അതിനകത്തില്ല. പിന്നെ ആരെയും മരിയാന്ന് വിളിക്കുന്നതെന്ന് അറിയില്ല. എന്നെയാണ് വിളിക്കുന്നത്, എന്റെ പേര് മരിയ എന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിക്കുക. ഒരു പോയിന്റ് കഴിയുമ്പോ ഞാനും റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇതിനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഷൂട്ട് തുടങ്ങിയിട്ട് 25 ദിവസമായി. എന്നിട്ട് പേരിപ്പോഴും മരിയാണ്. വളരെ മോശം ബൈചേട്ടാ. ഫീൽ അടിച്ചെന്ന് പറയായിരുന്നില്ലേ? ഇല്ലില്ല, എനിക്കത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയത്. കാരണം ഇവരുടെയൊക്കെ നടുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ച് നമ്മുടെ ഇവിടുത്തെ എല്ലാം ഒടിയും. അത്രയാണ്. ബൈചേട്ടൻ അങ്ങോട്ട് കൗണ്ടർ അടിക്കും. മനോജേട്ടനോട് ഇടയ്ക്ക് ചോദിക്കണം, നിന്നെ ആരാണ് കാസ്റ്റ് ചെയ്തത്, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇറങ്ങി പോടാന്നൊക്കെ പറയണേ. കാരണം